ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതാണ്ട് ദീപക്ക് കാറൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് തുടയ്ക്കുവാണ്. ആ സമയത്ത് ദിവ്യ ഏതാണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ദീപക്കേട്ടാ, ദീപക്കേട്ടനോ, നീ എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കരുത്. അവിടെ ഒരു ദീപക്കേട്ടൻ, ഞാൻ ആരുടെ ഏട്ടനും കൂട്ടനും ഒന്നുമല്ല, മേലാൽ എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കരുത്. അത് മാത്രമല്ല, എനിക്ക് നിൻ്റെ അത്രയും പ്രായമൊന്നുമില്ല. എൻ്റെ ദീപക്കേട്ടാ, ഞാൻ മനഃപൂർവ്വം ഒന്ന് വിളിച്ചു നോക്കിയാൽ അങ്ങനെങ്കിലും കുറച്ച് സ്നേഹം എനിക്ക് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചാ. ഞാനങ്ങനെ സ്നേഹവിൽപ്പനക്കാരനൊന്നുമല്ല, ഞാനങ്ങനെ സ്നേഹിക്കുന്നവനുമല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ചത്? പിന്നെ എന്തിനാ ഈ കുഞ്ഞിനെ ജനിപ്പിച്ചത്? സത്യത്തിൽ അങ്ങനെ സംഭവിച്ചത് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. നിന്നെ പ്രേമിച്ചിട്ട് ചത്തുപോയ ഏതോ ഒരു കള്ളക്കാമുകൻ്റെ പ്രേതം എൻ്റെ ശരീരത്ത് കൂടിയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഇതൊക്കെ നിന്റെ ജാതകഫലമാടി, നീ അങ്ങോട്ട് അനുഭവിച്ചോടി എന്ന് പറഞ്ഞിട്ടങ്ങോട്ട് തിരികെ എന്നാണ്ട ദിവ്യ അവൻ്റെ കൈക്ക് കയറിയ ഒരു ഒറ്റപ്പിടി. എന്നിട്ട് ചോദിക്കുക, നീയൊക്കെ മനുഷ്യനാന്നോടാ? മൃഗങ്ങൾക്ക് പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നും. നീ എന്തൊരു ജീവിയാടാ? നീ ഈ കുഞ്ഞിനെ ശരിക്കും ഒന്ന് കണ്ടിട്ടുണ്ടോ? എനിക്കിതിനെ കാണുന്നത് തന്നെ പേടിയാടി. അത് ശരിയാ, നിന്റെ അതേ രൂപം തന്നെയല്ലേ നീ കാണുന്നത്, പിന്നെ എങ്ങനെ നീ പേടിക്കാതിരിക്കും? ഒന്ന് ഇറങ്ങി പോടി ഇവിടുന്ന്. ദിവ്യ അങ്ങനെ ഇനി ഇറങ്ങി പോവില്ല. അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ അനുഭവിച്ച് ഇനി ഞാൻ നിന്നെയും കൊണ്ടേ പോകും എടി എന്നും പറഞ്ഞ് ദീപക്ക് ഇങ്ങനെ അടിക്കാൻ കയ്യോങ്ങുക. തൊട്ടുപോകരുത് നീ എന്നെ. ഒരു പെണ്ണിന്റെ ജീവനും മാനത്തിനും പുല്ല് വില പോലും കൽപ്പിക്കാത്ത നിന്നെപ്പോലെ ഒരുത്തനെ ഇനി ഞാൻ വെറുതെ വിടില്ല. നീ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. ഞാനോ നശിച്ചു, ഇനി മറ്റൊരു പെണ്ണിന്റെ ജീവിതം കൊണ്ട് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നുകിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ദിവ്യ തൻ്റെ കുഞ്ഞുമായിട്ട് അകത്തോട്ട് കയറി പോവുക. വല്ലാതെ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ദീപക്ക് വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് സംയുക്തയുടെ അപ്പൂപ്പൻ സംയുക്തയെ മോളേന്നും പറഞ്ഞ് വിളിക്കുക. സംയുക്ത വിളി കേട്ടുകൊണ്ട് വരുമ്പോൾ അവിടെ കൂടപ്പറപ്പുകൾ രണ്ടുപേരും ഉണ്ട്. അല്ല, ഇതെന്താ താലപ്പൊലിയോ? വിളിച്ചപ്പോൾ എല്ലാവരോടും ഒന്നിച്ചിങ്ങനെ വരുന്നത്. മക്കളെ, നട തുറക്കാറായി, ഞാൻ അമ്പലത്തിലോട്ട് പോവുക, അത് പറയാനാ വിളിച്ചത്. ഇന്ന് 1-2 ഭഗവതി സേവയുണ്ട്. അപ്പൂപ്പ തിരിച്ചു വരുമ്പോൾ ഭഗവതി സേവയുടെ കരിക്കൂടെ കൊണ്ടുവരണേ, ആങ്ങളക്കൊച്ചൻ പറയുക. അയ്യോ മോനെ, ഭഗവതി സേവയുടെ കരിക്ക് ആ വഴിപാട് നടത്തിക്കുന്നവർക്കുള്ളതാ, അല്ലാതെ മോനുള്ളതല്ല. മോന് കരിക്ക് വേണമെങ്കിൽ അപ്പൂപ്പൻ വേറെ കൊണ്ടുവരാം. പിന്നെ കുറച്ച് കറുകയും മുക്കുറ്റിയും പറിച്ചു വെച്ചേക്കണേ, നാളെ വെളുപ്പിനും ഗണപതി ഹോമം ഉള്ളതാ. അപ്പോഴംബികയുടെ കാർ ആ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അംബിക വലിയ ഗൗരവത്തിൽ തന്നെ കാറിൽ നിന്ന് ഇറങ്ങുക. സംയുക്ത അവളെ കണ്ടിട്ടൊന്ന് ഭയപ്പെടുന്നുണ്ട്. ഒരു പല്ലിളിപ്പോടെ അംബിക അങ്ങോട്ട് കയറി വന്നിട്ട് തിരുമേനിയോട് ചോദിക്കുന്നു, ഞാനിവിടെ അടിക്കടിക്ക് വരുന്നത് വല്ല ശല്യം വല്ലതും ആണോ തിരുമേനി? അയ്യോ അല്ല, എന്താ അംബിക അങ്ങനെ ചോദിച്ചത്? ഞാനിവിടെ വരുന്നത് സംയുക്തയ്ക്ക് ഒരു ശല്യം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ തിരുമേനി പറയും, അവളൊരു അറിവും ബോധവും ഇല്ലാത്ത കുട്ടിയല്ലേ. അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അംബികയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. അംബിക ഒരു വല്ലാത്ത അഭിനയത്തോടെ തിരുമേനിയോട് ചോദിക്കുക, തിരുമേനി, പണ്ട് മുതലേ ഞാൻ നിങ്ങളെ ഇവിടെ തിരക്കി വരുന്നത് വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടാണോ? അയ്യോ ഒരിക്കലുമല്ല. പണ്ട് മുതലേ പാവങ്ങളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്ഥിതിക്കാരാണ് ഞങ്ങളെല്ലാവരും. സൂര്യമംഗലം കോവിലകവും എൻ്റെ കോവിലകവുമായ ചെത്തിക്കാട് കോവിലകവും എല്ലാം ഞങ്ങൾ പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് സഹായിക്കും. ഓട്ടക്കണ്ടിട്ടിങ്ങനെ സംയുക്ത നോക്കുന്നുണ്ട്. സംയുക്തയ്ക്ക് വല്ലാത്ത ദേഷ്യവും പരിങ്ങലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടുത്തെ കൊച്ചിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ എൻ്റെ കാശ് മുടക്കി ഞാൻ നടത്തും. അതുകൊണ്ട് കൊച്ചുമോളോട് ദുരഭിമാനം കളയാൻ തിരുമേനി ഒന്ന് പറയണം. വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് വിവരക്കേട് തന്നെ അംബിക. പാവം തിരുമേനിക്ക് അറിയില്ലല്ലോ അംബിക ആരാണെന്ന്. ഞാൻ കുട്ടിയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ക്ഷേത്രത്തിലോട്ട് പോയിക്കോട്ടെ. ശരി തിരുമേനി, പോയിട്ട് വാ. ദേഷ്യത്തോടെ അംബിക സംയുക്തയോട് ചോദിക്കുക, എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ പ്രതാപനുമായിട്ട് വന്നപ്പോൾ അവൾ ഹൈദരാബാദിന് പോവുകയെന്ന്. നീ എന്നെ ചതച്ചിട്ട് അങ്ങനെ പോവുമോടി? ചേച്ചി, എന്നെ ഉപദ്രവിക്കരുത്. എന്നെ അനുസരിച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്നെ പ്രേമിച്ച് നടന്ന ഒരുത്തനില്ലേ രുദ്രൻ, അവൻ പോയ വഴിയിലോട്ട് നീയും അങ്ങ് പോകും. അങ്ങ് കാലപുരുക്കി കരഞ്ഞുകൊണ്ട് സംയുക്ത ചോദിക്കുക, ചേച്ചി നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഉപദ്രവിക്കുമല്ലോ, നിന്നെ സഹായം ചെയ്യാൻ നോക്കുമല്ലേ. നിനക്ക് നല്ലൊരു ജീവിതവും കിട്ടും, എൻ്റെ ഉദ്ദേശവും നടക്കും. അല്ല, നീ എന്നെ ചതിച്ചിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഈ അംബികവർമ്മയെ ശരിക്കും അറിയാമല്ലോ. ആദ്യം എൻ്റെ ആങ്ങള പ്രതാപവർമ്മയെ പവിത്ര എന്ന പേരിൽ ചീറ്റ് ചെയ്തതിനും ആൾമാറാട്ടം നടത്തിയതിനും ഒരു കേസ്. പ്രതാപവർമ്മ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ, VVIP-യാ. കേസ് ചെറിയ കേസൊന്നും ആയിരിക്കില്ല. ഈ കേരളക്കര മുഴുവൻ നീ അങ്ങനെ നാറും. നിവർത്തികേടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സംയുക്തയെ നോക്കി അംബിക പറയാം, നീ കരയൊന്നും വേണ്ട. നീ കരയാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് ഞാൻ പലതും ചെയ്യിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കേട്ട് നിന്നാലേ നിനക്ക് രക്ഷയുള്ളൂ. ജപ്തിക്ക് വെച്ചിരിക്കുന്ന ഈ വീട് ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. നിന്റെ അപ്പൂപ്പനൊരു രോഗിയാണ്. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കൂട്ടുപായസവും പടച്ചോറും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല.
നിന്റെ അപ്പൂപ്പനുള്ള മരുന്ന് ഞാൻ മേടിച്ചു കൊടുക്കും. നിന്റെ അനുജത്തിയുടെ പഠന ചെലവും ഞാൻ വഹിക്കും. അതിലൊക്കെ ഉപരി ഏതു നേരവും പെടഞ്ഞ് മരിക്കാൻ നിൽക്കുന്നതിൻ്റെ കൊച്ചാങ്ങളയില്ലേ തേജസ്, ആ ചെറുക്കൻ്റെ ഹാർട്ട് ഓപ്പറേഷനും ഞാൻ നടത്തും. പക്ഷെ നീ എൻ്റെ ഒപ്പം നിൽക്കണം, എൻ്റെ ചതുരംഗപ്പലയിൽ ഒരു കരു പോലെ. എന്ത് പറയുന്നു സംയുക്തെ, നീ കൂൾ ഡൗൺ ആവും, ഇങ്ങനെ പൊട്ടിക്കരയല്ലേ. ഇതൊക്കെ കാണുമ്പോൾ അംബികാവർമ്മയുടെ ചങ്ക് പൊട്ടും എന്ന് പറഞ്ഞൊരു കളിയാക്കലോടെ അംബിക അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ്റെ കുടുംബത്തോടെ എല്ലാവരും ഇങ്ങനെ ക്ഷേത്രത്തിൽ വന്നിരിക്കുക. കൊച്ചമണി പറ, ഞാൻ കുറേ കാലമായി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഞാനേ സീനിയർ സിറ്റിസണാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. തിരുമേനി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ തിരുമേനി പറയാ, ശനിദശക്കാലത്തിൽ ദൈവം മാത്രമേ കൂട്ടിനുള്ളൂ. മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ. പത്മാവതി സോഫയിൽ കയ്യിലൊരു ബുക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ മയങ്ങിയിരിക്കുവാണ്. മുൻവശത്തെ വാതിലിന് കൊളുത്തമൊന്നും ഇട്ടിട്ടില്ല. ഒരുത്തൻ അതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. ഒരു ബേക്ക് പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പറയുന്നു, ആരെയും കാണാനില്ലല്ലോ, അപ്പോൾ ആരെയും ശല്യപ്പെടുത്താതെ ആ മൊബൈൽ അങ്ങ് എടുത്തോണ്ട് പോയിക്കളയാം. അങ്ങനെ വന്നവൻ മുകളിലത്തെ നിലയിലോട്ട് കയറി പോകുന്നുണ്ട്. വന്ന കള്ളൻ മുകളിലത്തെ ബെഡ്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഇവിടെ താണ്ട മൊബൈൽ ചാർജിന് കുത്തിയിട്ടേക്കുന്നത്. അയ്യോ, വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ലല്ലോ എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവൻ ആ മൊബൈൽ എടുക്കുവാണ്. ആ ഫോൺ എടുത്തവൻ സന്തോഷത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ സുജാത മാർക്കറ്റിൽ എവിടെയോ പോയിട്ട് അങ്ങോട്ട് വരിക. സുജാത അവനെ കണ്ടിട്ട്, അല്ല ആരാ? ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വന്ന. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അല്ല, ബീവറേജിൽ നിന്ന്. മാറ് പെണ്ണുമ്പിള്ളേ അങ്ങോട്ട് എന്നും പറഞ്ഞ് സുജാതയെ പിടിച്ചൊരു ഒറ്റ തള്ളു തള്ളിയിട്ട് അവൻ ഓടുക. അയ്യോ കള്ളൻ കള്ളൻ പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ പെട്ടെന്ന് പത്മ ഞെട്ടി എഴുന്നേറ്റ് ഓടി വരുവാണ്. അയ്യോ മേഡം, വീട്ടിനകത്ത് കള്ളൻ കയറി. കള്ളനോ? മേഡത്തിൻ്റെ സ്വർണം വല്ലതും പോയോ നോക്കിക്കേ. ഇല്ല, എന്നാൽ അവൻ്റെ കയ്യിലൊരു ഫോണുണ്ടായിരുന്നു, ഫോണൊന്ന് നോക്കിക്കേ. അയ്യോ എൻ്റെ ഫോണെന്നും പറഞ്ഞ് പത്മ മുകളിലോട്ട് ഓടി പോകുന്നുണ്ട്. അയ്യോ എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലല്ലോ, അവനത് മോഷ്ടിച്ചുകൊണ്ട് പോയല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം മേഡം. എങ്ങനെ അറിയിക്കാനേ, എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ. മേഡം എൻ്റെ കയ്യിൽ ഫോണുണ്ട്, മേഡം ഇങ്ങോട്ട് വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കാം. അംബിക ഏർപ്പാട് ചെയ്ത കള്ളനാണ് അവൻ. അപ്പോൾ അംബികയും വിനായകൻ എന്ന് പറഞ്ഞ ഒരുത്തിനുമായിട്ട് കടൽ തീരത്ത് നിൽക്കുക. അവനെ കാണുന്നില്ലല്ലോ വിനായകൻ. അവൻ വരും മേഡം, പോയ കാര്യം സാധിക്കാതെ അവൻ വരില്ല. അപ്പോഴാ കള്ളൻ നാണ്ട മൊബൈലും കൊണ്ട് ഓടി അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഫോൺ കിട്ടിയോടെ? പിന്നെ കിട്ടാതെ ഞാനിങ്ങോട്ട് വരുമോ എന്നും പറഞ്ഞ് ഫോൺ അംബികയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അംബിക ഫോൺ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുക. കള്ളം പറയുക, നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, ആ പറഞ്ഞ സ്ത്രീയുടെ ഫോൺ തന്നെ ഇത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്. സംശയമൊന്നുമില്ല. വിനായകൻ ആ ഫോണിലെ സിം കാർഡ് എടുത്ത് ഒടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇത് വേണ്ട. ആ പത്മ എന്ന പറയുന്ന സ്ത്രീ ഇതേ വേറെ ഫോണിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കും. അതേസമയം നമ്മളും സെയിം ഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം. അപ്പോൾ മേഡം പറഞ്ഞത് ഒരേ സിമ്മിൽ 2 ഫോണും ആക്ടിവേറ്റഡ് ആകും. അതേസമയം പത്മയെ വിളിച്ചാൽ സംയുക്തയുടെ കയ്യിൽ ആ ഫോൺ ഉള്ളതുകൊണ്ട് സംയുക്ത അത് അറ്റൻഡ് ചെയ്യും. മോഷ്ടിച്ചുകൊണ്ട് വന്ന കള്ളനോട് ചോദിക്കും, നിനക്ക് എത്ര രൂപ വേണം? പുതിയ ഫോൺ, എനിക്ക് അതിൻ്റെ അതേ വില തന്നെ കിട്ടണം. റിസ്ക് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, കാശ് കുറച്ചുകൂടെ വേണം. അപ്പോൾ ഈ ഫോണിൻ്റെ വിലയുടെ ഇരട്ടി വേണം അല്ലേ? അംബിക കാശ് കൊടുക്കുന്നുണ്ട്. ഹൃദയൻ രാജും ക്ഷേത്രത്തിൽ നിന്ന് നേരെ പ്രതാപൻ്റെ വീട്ടിലോട്ട് വരുവാൻ. ആ സമയത്ത് തന്നെ ദീപക്ക് റൂമൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് തുടച്ചുകൊണ്ട് നിൽക്കുക. ഋതു ഇവൻ പണിയൊക്കെ നല്ല ക്ലീനായിട്ടാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ അത്ര ഉഴപ്പനൊന്നും അല്ല ഇവൻ. എന്താ രാജു, ക്ലീനിങ്ങിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണോ? ഇവനൊരല്പം മാനസാന്തരം വന്നെന്നാ ഋതു എനിക്ക് തോന്നുന്നേ. ഒന്ന് പോരാജു, ഇവനാ മാനസാന്തരം. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ ഇവന്. എടാ, ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണോ ഈ ക്ലീനിങ്? സംശയമുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. നീ ഒരു വളഞ്ഞവനാ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ പറഞ്ഞ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നേ? ദാണ്ടേ, നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. നിനക്ക് ഞങ്ങളോട് ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നും ആയിട്ടില്ല. നിന്റെ ശബ്ദം 1 മാസത്തേക്ക് ഇവിടെ ഉയരാൻ പാടില്ല. വായടച്ച് മര്യാദയ്ക്ക് നീ ജോലി ചെയ്തോണം, അത്ര മാത്രമേ ഉള്ളൂ. രാജി ചോദിക്കുക, എടാ ടെറസിൻ്റെ മുകളിലെ വാട്ടർ ടാങ്ക് കഴിയുക. വാട്ടർ ടാങ്കോ? അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ നിന്നോട് പറയണോടാ. അതൊക്കെ നിന്റെ ജോലിയിലുള്ളതാ. ഇങ്ങോട്ടൊരു അഭിപ്രായവും നീ പറയണ്ട. പറഞ്ഞത് കേട്ടല്ലോ. നീ എന്താടാ പിറുവിറുക്കുന്നത്? ഉറക്കെ പറയടാ. പഴയ ആൾക്കാരെ പോലെ നീ പിറുവിറുക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അത് നീ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയണം. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായമാണ് നീ പറയുന്നെങ്കിൽ നീ അടിയും മേടിക്കും. പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജു, ഇവൻ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ അതോ തരികിടയാണോ? ഇവൻ തരികിട കാട്ടിയാൽ ഞാൻ വിടുവോ സാറേ? അഥവാ ഞാൻ വിട്ടാലും ഋതു വിടുവോ? കുറുക്കനായവൻ കുറുക്കൻ. ഇവൻ ഈ പണിഷ്മെൻ്റ് ഒന്നും പോരാ. അപ്പോഴങ്ങോട്ട് വലിയ സന്തോഷത്തോടെ എന്തോ വലുതായിട്ട് സാധിച്ച പോലെ അംബിക താണ്ടെ പവിത്രയും വിളിച്ചുകൊണ്ട് വരുവാണ്. പ്രതാപൻ പവിത്രയെ കണ്ട്, പവിത്ര സിസ്റ്ററോ? സംയുക്തയാണ് ഈ കരയണോ ചിരിക്കണോ എന്നറിയാതെ ആകെ അടിവില്ലിൽ അകപ്പെട്ട പോലെ ഇങ്ങനെ വരുവാണ്. എന്താ സിസ്റ്ററെ, ഹൈദരാബാദിലോട്ടുള്ള യാത്രയാണോ? പ്രതാപ, ആ ഒരു കാര്യം പറയാനാ പവിത്ര ഇപ്പം നേരെ ഇങ്ങോട്ട് വന്നത്. പവിത്ര ആ യാത്ര മാറ്റിവെച്ച് ഹൈദരാബാദിലോട്ട് പോകുന്നില്ല. പ്രതാപൻ ചോദിക്കും, അതെന്താ? അതൊരു ഗുഡ് ന്യൂസാ പ്രതാപ. ഗുഡ് ന്യൂസോ? എന്നാ പറഞ്ഞേ. പ്രതാപൻ തുടങ്ങാൻ പോകുന്ന ചാരിറ്റി അസോസിയേഷൻ്റെ
പ്രവർത്തനവുമായി പവിത്ര മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന്. ആ പൊട്ടം പ്രതാപൻ അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. ഓ വെരി ഗുഡ്. രാജുവും ഹൃതികയും ഷോക്കേറ്റതുപോലെ ഇങ്ങനെ നിൽക്കുക. എന്നാൽ സിസ്റ്റർ വരൂ എന്നും പറഞ്ഞ് പ്രതാപൻ പോകുമ്പോൾ പുറകെ സംയുക്തയും അംബികയും കൂടെ പോവുക. ദീപക്ക് പറയാം, ചാരിറ്റബിൾ ട്രസ്റ്റോ? അതെന്തൊരു ട്രസ്റ്റാ? രാജു പറയാം, അത് നിന്റെ അമ്മയുടെ മറ്റൊരു ഉടായ്പ എന്ന് പറഞ്ഞിട്ട് പോകാനിരുങ്ങാൻ പെട്ടെന്ന് ദീപക്ക് ഋതുമോളെ ഞെട്ടിത്തിരിഞ്ഞ് ഹൃതിക. ഋതുമോളോ? ഇത് എന്ത് പറ്റി? എൻ്റെ ഫോൺ തരാവോ? നിനക്കിപ്പോൾ നിന്റെ ഫോണ്? വിളിക്കുന്നവരൊക്കെ അവിടെ കിടന്ന് വിളിക്കട്ടെ, അതിനിപ്പോൾ ഫോണൊന്നും തരാൻ പറ്റില്ല. ദീപക്കിന് അമ്മയുടെ ഐഡിയ എന്താണെന്ന് അറിയണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ ഫോൺ ചോദിക്കുന്നത്. മര്യാദയ്ക്ക് നീ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്. രാജു വാ. രാജു, അംബിക ചെന്ന സംയുക്തയുടെ മനസ്സ് മാറ്റിയോ എന്നൊരു സംശയമുണ്ടല്ലോ. വേണുവേട്ടനും കുടുംബവും താണ്ട ക്ഷേത്ര ദർശനം കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. താണ്ട് എതിരെ വരുന്നുണ്ട് രുക്മിണി. അത് കൊച്ചമ്പിളി കണ്ടിട്ട് ദോ വരുന്നുണ്ടല്ലോ പാതാളക്കരണ്ടി. നിങ്ങളാരും അവളെ കണ്ട് പേടിക്കണ്ട. അവൾ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ എൻ്റെ ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. അവളെക്കാളും കച്ചടയാ ഞാൻ. ശ്രീലക്ഷ്മിയുടെ അടുത്തോട്ട് വന്നിട്ട് രുക്മിണി പറയാം, നിക്കടിയോടെ, എൻ്റെ മോൻ്റെ ജീവിതം തളച്ച നിന്നെ കടലെടുക്കൂടി. എൻ്റെ മകൻ്റെ ജീവിതം നായി നക്കി. മകളാണെങ്കിൽ എങ്ങോട്ടോ പോയി. രാധമ്മയോട് പറയാം, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം നിനക്കും നിൻ്റെ മക്കൾക്കും വാടി. നശിച്ച് നാറാണക്കല്ലെടുക്കണി നീ നിന്റെ കുടുംബം. ദാണ്ട തള്ളേ എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ഇങ്ങനെ പറയാനൊരുങ്ങുമ്പോൾ കൊച്ചമ്മണി പറയാം, ഡോണ്ട് ടാക്ക്. യു ആർ എ കൾച്ചറൽസ് ഫെലോ ആൻഡ് എ പർട്ടിക്കുലർ സെൻസിലേഷൻ. എന്തൊക്കെയോ ഇംഗ്ലീഷ് കൊച്ചമ്മണി വിളിച്ച് പറയുവാണ്. കൊച്ചമ്മണിയുടെ ആ ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് ഹൃദയക്ക് ചിരി വരുന്നുണ്ട്. കൊച്ചമ്മണി പറയാം, ഇവളോടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിലേ അന്തസ്സും അഭിമാനവും പാടില്ല. അതെനിക്ക് ഒട്ടുമില്ലാത്തതുകൊണ്ട് ഇവളോട് ഞാൻ ഏറ്റുമുട്ടിക്കോളാം. യു ഗോ ഗോ എന്ന് പറയുമ്പോൾ രാധമ്മ മക്കളെയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. കൊച്ചമ്മണി രുക്മിണിയോട് ചോദിക്കും, എടി നിനക്ക് എന്താണ് ഈ ചോദിക്കാനുള്ളത്? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പപ്പോൾ കാണുന്നവനെ അച്ചാന്ന് വിളിക്കുന്ന തള്ളേ, നിങ്ങൾ എന്നോട് ഏറ്റുമുട്ടാൻ വരുന്നോ? നിന്നെ വെല്ലുവിളിക്കാൻ നീ ആരാടി? നീ മജിസ്ട്രേറ്റോ? വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുത്ത് എത്ര കുടുംബത്തെയാണ് നീ വഴിയാധാരമാക്കിയത്? നീ കാരണം എത്ര പേരാടി കെട്ടിത്തൂങ്ങിച്ചത്ത്. വേണ്ട തള്ളേ, വൃത്തിയേട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? നിങ്ങൾ അവളെ ചികിത്സിച്ച് ഭേദമാക്കിയല്ലേ? രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് എൻ്റെ കുലത്തൊഴിലാടി. നീ കേട്ടിട്ടില്ലേ പാൽക്കാവടി പത്മനാഭൻ വൈദ്യര്? അതെൻ്റെ അച്ഛനാടി. ഇങ്ങോട്ട് നോക്കിക്കേ, നിനക്ക് നല്ലതുപോലെ ഭ്രാന്തുണ്ട്. നിന്റെ തലയ്ക്ക് തളം വെച്ചില്ലെങ്കിൽ നാട്ടുകാർ നിന്നെ പിടിച്ച് ഊളംപറയിലാക്കും. ദാണ്ട തള്ളേ, നീ എനിക്ക് കാശ് തരാമെങ്കിൽ നിന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. അവളെ ചികിത്സിച്ച് ഭേദമാക്കിയത് നിങ്ങൾ എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാനൊരു വൈദ്യരായതുകൊണ്ട്. ഈ അമ്മണി വൈദ്യര് കാശ് കിട്ടിയാൽ ആരെയും ചികിത്സിക്കും. ചികിത്സ എൻ്റെ തൊഴിലാടി, തൊഴിൽ. ഓ, ഒരമ്മണി വൈദ്യര് വന്നേക്കുന്നു. കാൽക്കാശിന് വിവരമില്ലാത്ത പരട്ട തള്ള. ഇത്രയും പറഞ്ഞു തീർന്നില്ല, കൊച്ചമ്മയുടെ കൈ തണ്ട രുക്മിയുടെ കാരണത്താഞ്ഞു പതിച്ചു. നിങ്ങൾ എന്നെ തല്ലി അല്ലേ തള്ളേ? വിവരമില്ലാത്തവരെന്തും ചെയ്യും. എനിക്ക് കാൽക്കാശിന് വിവരമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ തല്ലുക മാത്രമല്ല, നിന്നെ കടിക്കുകയും ചെയ്യും. ഞാൻ കടിക്കട്ടെടി. അയ്യോ, എനിക്ക് പേ പിടിക്കും. എടി രുക്മിണി, എന്നാ നീ കരുതിയിരുന്നോ? നിന്നോട് പലിശയ്ക്ക് കാശ് വാങ്ങിച്ച് ചത്ത എല്ലാ പ്രേതങ്ങളും അറുകൊലയായിട്ട് താണ്ടി കൊച്ചമ്മയുടെ ദേഹത്തോട്ട് കയറിയിരിക്കുക. ഞാനിപ്പോൾ അറുകൊലയാ. നിന്റെ ചോര കുടിക്കാൻ വെമ്പൽ കൊള്ളുന്ന അറുകൊല. നിന്റെ ചോര ഞാൻ കുടിക്കട്ടടി എന്നിങ്ങനെ കൊച്ചമ്മണി ചോദിച്ചത് എന്താണ്ട രുക്മിണി തുണ്ടേക്കാണാ തുണിയേക്കാണാന്ന് പറയുന്ന പോലെ താണ്ട വെച്ച് പിടിച്ച് ഓടുവാണ്. രുക്മിണിയുടെ ആ ഓട്ടം കണ്ട് കൊച്ചമ്മണി അവിടെ നിന്ന് ചിരിക്കുക. ഈ സമയം പ്രതാപൻ അവന്റെ ബെഡ്റൂമിൽ സംയുക്തയും കൂട്ടിയിരുന്ന് എന്തൊക്കെയോ വർത്തമാനം പറയാം. പ്രതാപൻ വലിയ സന്തോഷത്തോടാണ് വർത്തമാനം പറയുന്നത്. ആ ജനലിൽ കൂടെ വന്ന് ഹൃതികയും രാജു ഇതൊക്കെ നോക്കുന്നുണ്ട്. യാമിനി പുറത്തുനിന്ന് ആർക്കോ ഫോൺ ചെയ്യുക. അംബിക അങ്ങോട്ട് ഓടി വന്നിട്ട്, യാമിനി, പവിത്ര സിസ്റ്റർ വന്നത് കണ്ടില്ലേ? നിനക്കെന്താ ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ടൊന്ന് കൊടുത്താൽ? യാമിനി പറയാം, ഞാൻ കണ്ടില്ല. ഏതെങ്കിലും അളിഞ്ഞ രാഷ്ട്രീയക്കാർ വന്നാൽ അപ്പോഴവൾ കോഫി എടുത്തുകൊണ്ട് ഓടി ചെല്ലും. വേണ്ടപ്പെട്ടവർ വന്നാൽ മൈൻഡ് ചെയ്യത്തില്ല. അവരെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ടതല്ല. നിന്നെയൊക്കെ ഞാൻ ശരിപ്പെടുത്തി തരാവടി. അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പ്രതാപൻ സംയുക്തര് ചോദിക്കുക, സിസ്റ്റർ എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റി? അത് പിന്നേന്നിങ്ങനെ പറയുമ്പോഴേ ദാണ്ട് അംബിക എത്തിക്കഴിഞ്ഞു. എപ്പോഴും ഇതുപോലെ തീരുമാനങ്ങൾ മാറ്റരുത്. നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അംബിക അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. പ്രതാപ മോനെ, ഇനി എന്തായാലും പവിത്ര ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല. പവിത്രയുടെ ആ മൗനിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ട്, ചേച്ചിയോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ഞാൻ സിസ്റ്റർ പവിത്രയോടല്ലേ ചോദിച്ചത്. അതിൻ്റെ കാരണം എനിക്ക് സിസ്റ്ററിൽ നിന്ന് ഉറപ്പ് കിട്ടണം. ചെറിയൊരു കാര്യമല്ല ഞാൻ തുടങ്ങാൻ പോകുന്നത്. വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയാണ്. അർപ്പണബോധമുള്ള ഒരാളില്ലാതെ അത് തുടങ്ങാൻ പറ്റില്ല. ആ ഒരു ഉറപ്പാണ് എനിക്ക് പവിത്ര സിസ്റ്ററിൽ നിന്നും കിട്ടേണ്ടത്. രാജു, അത് കണ്ടോ? എൻ്റെ അച്ഛൻ ചീറ്റ് ചെയ്യപ്പെടുകയാണല്ലോ. അത് തന്നെ ഋതു ഞാനും ആലോചിക്കുന്നത്. രാജു, ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഫോണിങ് എടുത്തേ. അമ്മയെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ രാജു. സംയുക്തയോട് പ്രതാപം പറയുക, ഭരണരംഗത്തുനിന്ന് ഞാൻ ഏറെക്കുറെ പിൻവാങ്ങിയിരിക്കുക. ഇനിയുള്ള എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും, അതിന് പവിത്ര സിസ്റ്റർ എന്നോടൊപ്പം നിൽക്കണം. എന്തു പറയുന്നു? ഉറച്ച തീരുമാനത്തോടെ പറയണം. സംയുക്ത പെട്ടെന്ന് അംബികയെ നോക്കുവോ? അംബികയുടെ കണ്ണി നോക്കിയിട്ട് അവൾക്കൊന്നും പറയാൻ പറ്റില്ല. കൂടെ നിൽക്കാൻ സാർ ഉറച്ച തീരുമാനത്തോടെ പറയുക. പവിത്രയുടെ ആ തീരുമാനം കേട്ട് വെരി ഗുഡ് എന്നും പറഞ്ഞ് പ്രതാപൻ നണ്ട സംയുക്തയുടെ കൈ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാണ്. എന്നാൽ പൊയ്ക്കോട്ടെ സാർ, എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, എന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചോളാം. അത് പോരേ സാർ, അത് മതി എന്നിങ്ങനെ പ്രതാപൻ സന്തോഷത്തോടെ പറയാം. അംബിക പവിത്ര വാ എന്നും പറഞ്ഞ് സംയുക്തയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഋതികയും രാജുവിടെ അങ്ങോട്ട് വരിക. ഋതിക സംയുക്തയോട് പറയാം, നിങ്ങളെപ്പോലൊരു സ്ത്രീ എൻ്റെ അച്ഛനെ ചതിക്കരുത്. ഈ അംബികയുടെ പിടിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. നിങ്ങൾ എന്നിട്ട് ഈ ചതിയിൽ നിന്ന് മാറണം. എന്നാലേ നീ നിന്റെ അച്ഛൻ പ്രതാപനോട് ചെന്ന് പറയടി ഇത് ചീറ്റിംഗ് ആണെന്ന്. പ്രതാപൻ സുഖമില്ലാതെ കടന്നപ്പോൾ നീ ചെയ്ത ചതിയുടെ അത്രയൊന്നും ഞാൻ പ്രതാപനോട് ചെയ്തിട്ടില്ല. അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെ കൊണ്ട് തന്നെ നീ അവനെ ശുശ്രൂഷിപ്പിച്ചു. അത് അവൻ അറിയുന്ന നിമിഷം നിന്നെയും നാണ്ട നിന്റെ ഈ ഭർത്താവിനെയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കും അടിച്ചോടിക്കും. നിന്നോടൊക്കെ 1000 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ അംബികാവർമ്മയ്ക്കെതിരെ വരരുതെന്ന്. ഞാൻ തന്നെ സ്വന്തമായി തീരാധാരം നടത്തിയെടുത്ത ഒരു ലോകമുണ്ട്, അവിടേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. ആ ലോകത്തെ മഹാറാണി ഈ അംബികാവർമ്മയെ അവിടേക്കെങ്ങാനും കയറി വന്നാൽ അവിടെ പടയൊരുക്കി നിർത്തിയേക്കുവാ ഞാൻ. ഇതുപോലെ നിന്നെയൊക്കെ ഇവിടിട്ട് നീറ്റിക്കും ഞാൻ. അംബികയുടെ ഈ വെല്ലുവിളിയും ക്രൂരതയൊക്കെ കണ്ട് ആകെ ഭയന്ന് നിൽക്കുവാണ് സംയുക്ത. അംബിക ഈ കാണിച്ച ക്രൂരതയ്ക്ക് ഇനി എന്താണ് അടുത്ത പരിപാടിയെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഋതികയും രാജുവും. എന്തായാലും അംബികയെ ജയിക്കാൻ ഋതികയും രാജുവും സമ്മതിക്കില്ല. പക്ഷെ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും രാജുവും ഋതികയും പത്മാവതിയും. ഇപ്പൊ പത്മാവതിയുടെ ഫോൺ വരെ തട്ടിയെടുത്തിരിക്കുവാണ് അംബിക. ഇനി ആ ഫോൺ വെച്ച് അംബിക എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്താൻ പോകുന്നത്? പാവം സംയുക്ത വരെ അതിൽ കുടുങ്ങിയിരിക്കുക. സംയുക്തയ്ക്കും ആ ഫോണിൽ കൂടെ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത് അംബിക മനസ്സിലാക്കുകയും ചെയ്യും. ഇനി രാജുവും ഋതികയും എങ്ങനെയാണ് പ്രതാപനെ ഈ കുടുക്കിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.